നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. നമ്മുടെ ബ്രസീലിൻ്റെ സൂപ്പർ താരം നെയ്മർ കടുത്ത വേദനയിലും നിരാശയിലുമൊക്കെയാണ്. മാർച്ച് മാസത്തിൽ നടക്കുന്ന ഫ്രാൻസിനും ക്രൊയേഷ്യക്കെതിരായി നടക്കുന്ന 2 സൗഹൃദ മത്സരങ്ങൾ, ലോകകപ്പിന് മുന്നോടിയുള്ള അവസാനത്തെ മത്സരങ്ങളാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ മത്സരങ്ങൾക്കുള്ള ടീമിൽ കോച്ച് കാർലോ ആഞ്ചലോട്ടി നെയ്മറെ ഉൾപ്പെടുത്തിയില്ല. അതിന് കാരണം മോശം കളി കാരണമൊന്നുമല്ല, 100% ഫിറ്റ്നസ് ഇല്ല നെയ്മർക്ക് എന്നതുകൊണ്ടാണ് ആഞ്ചലോട്ടി പൂർണ്ണമായും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോച്ചാണ്. അദ്ദേഹം മുമ്പ് റയൽ മാഡ്രിഡ് അടക്കമുള്ള ക്ലബ്ബുകളെ കോച്ച് ചെയ്തപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നതുമാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണ്, അദ്ദേഹം എന്തിനാണ് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതിലൊന്നും ആർക്കും കളി അറിയാവുന്നവർക്ക് പരാതികളുണ്ടാകില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നെയ്മർ 100% ഫിറ്റല്ല. അതുകൊണ്ട് ഈ മത്സരങ്ങളിൽ, ഈ സൗഹൃദ മത്സരങ്ങളിൽ, ഈ മുന്നൊരുക്ക മത്സരങ്ങളിൽ, ലോകകപ്പിന് മുന്നോടിയുള്ള മത്സരങ്ങളിൽ നെയ്മർ ഉണ്ടാകില്ല ടീമിൽ എന്ന് ആഞ്ചലോട്ടി വ്യക്തമാക്കി. അതിന് അദ്ദേഹം കൃത്യമായി കാരണം പറഞ്ഞു, അദ്ദേഹം ഫിറ്റല്ല, അതുകൊണ്ടാണ് 100% ഫിറ്റ്നസ് ഇല്ല നെയ്മർക്ക്. ഇത് യഥാർത്ഥത്തിൽ നെയ്മർ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് താൻ ടീമിലുണ്ടാകുമെന്നാണ്. പക്ഷേ ഇല്ല എന്നറിഞ്ഞോടുകൂടി കടുത്ത വേദനയും നിരാശയിലൂടെ അദ്ദേഹം കടന്നുപോയി. ഇപ്പോൾ അദ്ദേഹം അതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, എൻ്റെ കരിയർ അവസാനിക്കാൻ പോവുകയാണ്, അതിൻ്റെ അവസാന ലാപ്പിലാണ്, അത് അവസാനത്തോട് അടുക്കുകയാണ്. ഈ വർഷം പൂർണ്ണമായും ഞാൻ ദേശീയ ടീമിൽ ഉണ്ടാകുമോ എന്ന് പോലും എനിക്കറിയില്ല. ഈ ലോകകപ്പ് എൻ്റെ അവസാന ലോകകപ്പായിരിക്കും. ഈ ലോകകപ്പിൽ കളിക്കുകയാണെങ്കിൽ അത് എൻ്റെ അവസാനത്തെ ലോകകപ്പായിരിക്കും. മെയ് മാസം പ്രഖ്യാപിക്കുന്ന ലോകകപ്പ് ടീമിൽ ഇപ്പോഴും നെയ്മർ ഉണ്ടാകുമോ എന്നും യാതൊരു ഉറപ്പും ആഞ്ചലോട്ടി നൽകിയിട്ടില്ല. 100% ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ നെയ്മർ എടുക്കൂ എന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ആഞ്ചലോട്ടി ആ സന്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അക്കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല താനും. അത് നെയ്മർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഫിറ്റ്നസ് ഇല്ലെങ്കിൽ ആഞ്ചലോട്ടി ഒരിക്കലും ടീമിലേക്ക് അടുപ്പിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൻ്റെ കരിയർ അവസാനിക്കാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. എന്നാൽ ലോകകപ്പ് കളിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ട് താനും. എന്തായാലും ഈ വർഷത്തോടെ ഏതാണ്ട് കരിയറിന്, ഇൻ്റർനാഷണൽ കരിയറിന് ഏതാണ്ട് അവസാനമാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ കുടുംബാംഗങ്ങളോടും പറയാറുള്ളത്, ഇത് അവസാനിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് പരമാവധി എൻജോയ് ചെയ്യൂ, ആസ്വദിക്കൂ, എൻ്റെ കളി പരമാവധി ആസ്വദിക്കൂ എന്നാണ്. അത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ എൻ്റെ കരിയർ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അവസാനിക്കുകയാണ്. അത് അദ്ദേഹം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് പറയുന്നത്. അപ്പോൾ ഈ ലോകകപ്പ് അത് കളിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം കരുതുന്നത്. ഈ രാജ്യത്തിന് വേണ്ടിയുള്ള ഇനി എത്ര കളിക്കാൻ കഴിയുമെന്ന് പോലും തനിക്കറിയില്ല, എത്രത്തോളം ഉണ്ടാകുമെന്ന് പോലും അറിയില്ല എന്ന് അദ്ദേഹം വലിയ വേദനയോടെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനിപ്പിക്കുന്നതാണ്. കാരണം നെയ്മർ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. പക്ഷേ ആ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകും എന്നത് പറയുന്നത് പോലെ നെയ്മർക്കും ഒരു അവസാനം ഉണ്ടായേ മതിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യം നെയ്മർ ഉൾക്കൊണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്.